പ്രിയപ്പെട്ടവരെ നമസ്കാരം. നമ്മൾ പഴയ കാലത്തിലേക്ക് ഒരു തിരിച്ചുപോക്ക് നടത്താണ്. പണ്ട് കാലത്ത് അമ്മമാരൊക്കെ ഈ പ്രസവിച്ചെടുക്കണ ഈ നമ്മുടെ പെങ്ങന്മാർക്കും ചേച്ചിമാർക്കൊക്കെ ഒരു മരുന്നുകൾ ഉണ്ടാക്കി കൊടുക്കും. ഉള്ളി ലേഹ്യം, പൂക്കൽ ലേഹ്യം, ഇടിമരുന്ന്, കോഴിമരുന്ന്, ആട്ടുംപ്രാത്ത്, അങ്ങനെ കുറേ സാധനങ്ങൾ ഉണ്ടാക്കി കൊടുക്കും. അതിലത്തെ ഒരു സാധനമാണ് ഞാൻ ഇന്നുണ്ടാക്കുന്നത്. ആടുകൊണ്ടുള്ള ഒരു മരുന്ന് ടൈപ്പുള്ള ഒരു വെപ്പ്. ഇത് നല്ല പോലെ കഠിനമായ പണികൾ ചെയ്യില്ലേ, പിന്നെ വാർക്ക പണിക്കാർ, റോഡ് പണിക്കാർ, അവർക്കൊക്കെ ഇത് വല്ലപ്പോൾ എപ്പോഴും വെച്ച് കഴിക്കേണ്ടത്, വല്ലപ്പോഴൊക്കെ വെച്ച് കഴിക്കുന്നത് ശരീരത്തിൽ രക്തം കൂട്ടാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക്, ശരീരത്തിന് ബലം കിട്ടാനൊക്കെ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾക്കുള്ള ഒരു സാധനമാണിത്. ഇപ്പോൾ അമ്മമാരൊന്നും ഇങ്ങനത്തെ വെച്ചു കൊടുക്കേണ്ടത് നമുക്കൊന്നും അറിയില്ല. ഇപ്പോൾ ഒക്കെ റെഡിമെയ്ഡാണ് സാധനങ്ങൾ വാങ്ങിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിൽ നിന്നൊരു മാറ്റിയിട്ട് റെഡിമെയ്ഡ് വാങ്ങിക്കുന്നതിന് പകരം നമുക്ക് തന്നെ ഈ സാധനമൊക്കെ നമുക്ക് വീട്ടിനൊക്കെ ശരിയാക്കി ചെയ്യാവുന്ന കാര്യങ്ങളുള്ളൂ. ഈസി ആയിട്ടുള്ള പരിപാടിയാണ്. നമുക്ക് അതിപ്പോൾ അതിലേക്ക് വേഗം കൂടെ കിടക്കാം. നമുക്കിത് വെക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ: 1/2 കിലോ ആട്ടിറച്ചി ചെറിയ കഷ്ണങ്ങളാക്കിയത്, പിന്നെ ഒരു 5-6 കതിര് വേപ്പില, ഒരു 1.5 ടീസ്പൂൺ മല്ലി, മുഴുവൻ മല്ലി, ഒരു വലിയ കഷ്ണം ഇഞ്ചി ചതച്ചത്, പിന്നെ കുരുമുളക് ഒരു 1.5 ടീസ്പൂൺ. ഇത് തൊലി കളഞ്ഞ കുരുമുളകാണ്, സാധാരണ കുരുമുളക് ഉപയോഗിച്ചാൽ മതിയിട്ടാണ്. പിന്നെ 150 ഗ്രാം എള്ളെണ്ണ, മഞ്ഞൾപ്പൊടി ആവശ്യത്തിനാണ്, പിന്നെ ഒരു 3/4 ടീസ്പൂൺ കുഞ്ഞ ജീരകം കേട്ടോ, പെരുംജീരകമല്ല ജീരകം. നമ്മളൊരു മിക്സിയിൽ ജാർ എടുത്തിട്ട് അതിലേക്ക് ഈ ജീരകട, കുരുമുളക്, ഈ മുഴുവൻ മല്ലിട്ടാ, ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് നന്നായി അരച്ചു കൊണ്ടുവരിക. നമ്മൾ വയ്ക്കാനുള്ള പാത്രം എടുത്തിട്ട് അതിലേക്ക് ഇറച്ചിടുക കേട്ടോ. ചെറിയ കഷ്ണങ്ങളാക്കിയോളാം. ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്ത്, 1/2 ടീസ്പൂണുകൾ ഇത്തിരി കൂടിയാലും കുഴപ്പമില്ല, മഞ്ഞൾപ്പൊടി, ചതച്ച ഇഞ്ചിയിരിക്കുക, ഈ വേപ്പില, തണ്ടടക്കട കേട്ടാ, തണ്ടടക്കം. പിന്നെ നമ്മൾ മിക്സിയിൽ ഇത് അരച്ചു കൊണ്ടുവന്നിട്ടാ അത് ഇതിരിക്കാൻ ഇടുക. ഇതിൽ ഉപ്പിടില്ല കേട്ടാ, ഉപ്പ് ഞാൻ മറന്നതല്ല, ഉപ്പില്ല ഇതിൽ, ഉപ്പില്ലാത്ത സാധനമാണ്. കഴുകിയിട്ട് ഈ വെള്ളത്തിലേക്ക് ഒഴിക്കുക കേട്ടാ. ഇനി നമുക്കിത് വേവിക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഇത്തിരി കൂടി ഒഴിക്കുക. ഇനി നന്നായി മിക്സ് ചെയ്യുക. നമ്മൾ ഇത് അടപ്പത്ത് വയ്ക്കണം കേട്ടോ. നമ്മൾ അടപ്പത്ത് വെച്ച് തീ കത്തിച്ച് മൂടി വയ്ക്കണം. ഇപ്പം ഇത് തിളച്ചിട്ടുണ്ട് നന്നായിട്ട്. ഇനി നമുക്കിത് പതുക്കെ സിമ്മിലിട്ടിട്ട് മാത്രം വേവിച്ച് വെള്ളം വറ്റിച്ചെടുക്കണം കേട്ടോ. കുറച്ച് നേരം കൂടി മൂടിയിടാം. നമ്മളിത് വെച്ചിട്ടിപ്പോൾ 30 മിനിറ്റ് ആയിട്ടാണ്. ഇനി നമുക്കിത് തുറന്നിട്ട് ചെയ്താൽ മതി ഈ വെള്ളം വറ്റിക്കണം. ഇതൊക്കെ വെള്ളമൊക്കെ വറ്റി തുടങ്ങിയിട്ടാണ്. ഇതിലത്തെ വെള്ളം ഒരുവിധം വറ്റി, ഇത് ഏകദേശം വെന്തുണ്ട്. നമുക്ക് എണ്ണയില്ലേ, എള്ളെണ്ണ, അത് നമ്മൾ 150 ഗ്രാം എടുത്തിട്ടുണ്ട്. പക്ഷേ നമുക്ക് കുറച്ചുകൊണ്ട് ഒഴിച്ചു കൊടുക്കാം. മുഴുവൻ ഒറ്റയടിക്ക് ഒഴിക്കരുത്, ആവശ്യത്തിന് മാത്രം. ഈ എണ്ണ വറ്റുന്നതിനനുസരിച്ച് നമ്മൾ കുറച്ചും കൂടി ഒഴിക്കണം കേട്ടോ. പണ്ടൊക്കെ നമ്മുടെ ആരോഗ്യകാര്യത്തിലൊക്കെ ഭയങ്കര ശ്രദ്ധയായിരുന്നു. ഈ 7-ാം മാസത്തിലൊക്കെ പ്രസവത്തിന് കൊണ്ടുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ക്രാവിന് 3 മാസം ആകുമ്പോഴാണ് കൊണ്ട് തിരിച്ചു കൊണ്ടുവരാം. അതിൻ്റെ ഇടയിൽ ഈ ക്രാവിൻ്റെ അച്ഛന് അവിടെ അന്തി ഉറങ്ങാനൊന്നും പറ്റില്ല. അമ്മായിമ്മ പറയും കടക്ക് പുറത്ത് എന്ന് പറയും, മനസ്സിലായ. പിന്നെ അത് മാത്രമല്ല, ഈ പ്രസവിച്ച് കിടക്കുന്നത് നടയിലകത്തായിരിക്കും. ഹാള് പോലുള്ള ഹാള് അങ്ങനത്തെ സ്ഥലങ്ങളായിരിക്കും, റൂമിൽ നിന്ന് കിടക്കില്ല. അന്നുള്ളവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രായമായിക്കലും പെണ്ണുങ്ങൾക്ക് പ്രായമായി കഴിഞ്ഞാലും അസുഖങ്ങളൊന്നും ഇല്ല. ഇപ്പോൾ 10, 12, 35 വയസ്സാകുമ്പോഴേക്കും എല്ലാ വക അസുഖങ്ങളായി. തണ്ടൽ വേദന, തണ്ടൽ കഴപ്പ്, എല്ല് തേയ്മാനം, മുട്ട് തേയ്മാനം, ഷുഗർ, കൊളസ്ട്രോൾ, പ്രഷർ, എല്ലാ വക സാധനങ്ങളും. പ്രസവിച്ച് കിടക്കുന്ന പെണ്ണിൻ്റെ ആരോഗ്യം നഷ്ടപ്പെടും. അത് തിരിച്ചെടുക്കേണ്ട ആ കാലയളവ് അതൊക്കെ നമ്മുടെ കാർന്നമാർക്ക് കൃത്യമായിട്ട് അറിയാം. അതിനനുസരിച്ചാണ് ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രസവിക്കുന്നതിന് തലേന്ന് വരെ ഭാര്യയും ഭർത്താവും ബൈക്കിന് വരെ പോവും, കറങ്ങും. ഇങ്ങനത്തെ ഉണ്ടാക്കുമ്പോൾ എണ്ണയില്ല, എണ്ണ എന്ന് പറഞ്ഞ പീടികകളിൽ നിന്നും വാങ്ങിക്കാനായിട്ട് അമ്മമാർക്കൊന്നും വിശ്വാസമില്ല. എള്ളാട്ടുന്ന സ്ഥലത്ത് ചക്കിലിട്ട് ആട്ടുന്ന സ്ഥലത്ത് നിന്ന് അവിടെ പോയിട്ട് 2 എണ്ണ
ഇടങ്ങഴി എണ്ണ അങ്ങനത്തെയൊക്കെ വാങ്ങിച്ചിട്ട് കൊണ്ടുവന്നിട്ടാണ് ഉണ്ടാക്കുക. അത്രയ്ക്ക് ശ്രദ്ധയായിരുന്നു. ഇപ്പോൾ നമ്മുടെ ഇതിലേക്കൊരു 100 എണ്ണയുടെ അടുത്ത് ഒഴിച്ചിട്ടുണ്ട്. കുറച്ചും കൂടിയും എണ്ണ ഒഴിക്കണം കേട്ടോ. വെളിച്ചെണ്ണയൊന്നും നമ്മൾ എടുത്ത് ഒഴിക്കരുത്. വെളിച്ചെണ്ണ എടുത്ത് ഒഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നാശമാവും. അച്ചാറിലൊക്കെ എണ്ണയല്ല ഉപയോഗിക്കുന്നത്. നമ്മുടെ ഇത് ലാസ്റ്റ് ഇതിലേക്ക് ആയിട്ടാണ്. നമുക്ക് ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ തീ ഓഫ് ചെയ്യാം. കേട്ടോ. അങ്ങനെ നമ്മുടെ മരുന്ന് ആടിൻ്റെ മരുന്ന് വെപ്പ് അടിപൊളിയായിട്ട് കഴിഞ്ഞു. നമ്മൾ എണ്ണ ഒരു 150 ഗ്രാമാണ് എടുത്തത്. കുറച്ച് എണ്ണ ബാക്കിൻ്റെ മുഴുവൻ ആവശ്യം വന്നില്ല. ഇനി ഇതിനെ ടേസ്റ്റ് ചെയ്യാനായിട്ട് പറയാൻ പറ്റില്ല. ഈ മരുന്നിന് ഇപ്പോൾ ഇതൊരു ടേസ്റ്റ് ചെയ്യൽ അങ്ങനത്തെ പരിപാടി ഇല്ല. പക്ഷെ കഴിക്കണം. പക്ഷെ ഞാനൊരു സത്യം പറയട്ടെ, ഇനി ഞാൻ ആട്ടിറച്ചി കഴിക്കില്ല. അപ്പോൾ അത് അവിടെ പൊളിഞ്ഞു. ഇവിടെയാണെങ്കിൽ ഭാര്യ ഇല്ല, അല്ലെങ്കിൽ അവള് കഴിച്ചാനാ. അവള് ഇത് കഴിക്കുന്നതാണ്. അതുകൊണ്ടാണ് നമ്മളിത് വെച്ചത് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ഗുഡ് ബൈ ട്ടാ.